ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് നാപ്റ്റോളിന്റെ പേരിൽ വീണ്ടും തട്ടിപ്പ്. 17ാം വാർഷികത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ സമ്മാനമായി ലഭിച്ചെന്ന് കാണിച്ചാണ് കബളിപ്പിക്കുന്നത്. പണം ലഭിക്കാൻ 4500 രൂപ അടയ്ക്കണമെന്നാണ് തട്ടിപ്പുകാരുടെ ആവശ്യം. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശിക്ക് 4500 രൂപ നഷ്ടമായി. ഹലോ, കേൾക്കാമോ? നമുക്കേ ഒരു ലെറ്റർ വന്നിരുന്നു ഈ നാപ്തോൾന്ന് പറഞ്ഞിട്ട്. അതിൽ കണ്ട നമ്പറാണ്. നമ്മുടെ പേര് മാഹിൻ. മാഹിൻ 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 അതെ സാറേ, നമുക്കൊരു 12,50,000 രൂപ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ അതിൽ അങ്ങനെ കാണിക്കുന്നത്. ഇത് എന്താ സാർ സംഭവം? വന്നിട്ട് ഇപ്പൊ നമുക്കൊരു 1.5 ആഴ്ചയുടെ മുകളിലായി. ഇല്ല, ഈ നമ്പറിൽ വാട്സപ്പിൽ അയക്കണോ? അത് ആണല്ലേ. ഇത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത് വാട്സപ്പിൽ അയച്ചാൽ മാത്രം മതിയോ? നിങ്ങളാണോ വിളിക്കുക? അഖിൽ കെയുടെ വിശദാംശങ്ങൾ നൽകാൻ. അഖിൽ, നാപ്റ്റോളിന്റെ പേരിലുള്ള തട്ടിപ്പ് മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ തട്ടിപ്പിന്റെ രീതി എങ്ങനെയാണ്? ശ്രുതി, അതായത് വളരെ വൈദഗ്ധ്യമായി തന്നെ, അതായത് ഒരു നമ്പറുണ്ട്. ആ നമ്പർ രാവിലെ 9 മുതൽ 5 മണി വരെ പ്രവർത്തിക്കും. അതിലേക്ക് വിളിച്ചാൽ കിട്ടും. നമ്മളിപ്പോഴും ആ തട്ടിപ്പുകാരെ തന്നെയാണ് ബന്ധപ്പെട്ട് അവർക്ക് വിളിച്ചപ്പോൾ അവർ ഫോൺ എടുക്കുകയും ചെയ്തു. വളരെ കൂസലില്ലാതെ തന്നെയാണ് പോകുന്നത്. ഒരു ID കാർഡ്, അതായത് നാപ്തോളിന്റെ പേരിലുള്ള ഒരു വ്യാജ ID കാർഡ്. ആ ID കാർഡിന്റെ ലെറ്ററുകളും അതിലടിച്ചിരിക്കുന്ന പേരും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും അത് വ്യാജമായി അടിച്ചു വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഫോട്ടോഷോപ്പിലൊക്കെ എഡിറ്റ് ചെയ്ത് വളരെ ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്താണെന്ന് കണ്ടാൽ മനസ്സിലാവും. അത്തരത്തിലുള്ള ID കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നാപ്തോളിന്റെ പേരിൽ ഒരു തട്ടിപ്പ് നടത്തുന്നത്. 17ാം വാർഷികം, അതായത് നാപ്തോളിന്റെ 17ാം വാർഷികത്തിന്റെ ഭാഗമായി കൊണ്ട് സ്ക്രാച്ച് ആൻഡ് വില്ലുണ്ട്. അതായത് ഒരു ലെറ്റർ വീടുകളിലേക്ക് എത്തുന്നു. അതായത് ഇത് വാങ്ങുന്ന ആളുകളിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവർ നാപ്തോളിൽ നിന്ന് ഇതിനു മുമ്പ് വാങ്ങിയ ആളുകളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്ന നാപ്തോളിൽ നിന്ന് തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം തുറന്ന് കത്ത് വായിക്കുമ്പോൾ അതിനുള്ള സ്ക്രാച്ച് ചെയ്യാനുള്ള കാർഡ് ഉണ്ടാവും. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഒന്നല്ലെങ്കിൽ പണമായിരിക്കാം, അല്ലെങ്കിൽ ജിമിനി കാറായിരിക്കാം, അങ്ങനെ പലതുമായിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലഭിച്ചു എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ ആളുകൾ, പാവങ്ങൾ ഈ നമ്പറിലേക്ക്, അതിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കും. നമ്മൾ വിളിച്ച നമ്പറിലേക്ക് വിളിക്കും. അപ്പോൾ അവർ ഇത്തരത്തിൽ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഈ കത്തും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അതിലേക്ക് ഇടാൻ പറയും. അതിനുശേഷം പിന്നീട് അവർ ബന്ധപ്പെടുമ്പോൾ 4500 രൂപ ഒരു അക്കൗണ്ട് നമ്പർ നൽകിയ ശേഷം അതിലേക്ക് 4500 രൂപ ഇടാൻ പറഞ്ഞു. ഈ ഈരാറ്റുപേട്ട സ്വദേശിയോട് അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ 4500 രൂപ ഇട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പണം ലഭിക്കാതെ വീണ്ടും വിളിച്ചപ്പോൾ ഇനി കുറച്ചുകൂടി പേപ്പർ വർക്ക് ചെയ്യാൻ 12,500 രൂപ കൂടി ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്കൊരു സംശയം തോന്നി. ഇവർ ഗൂഗിളിലും ഒക്കെ അടിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു തട്ടിപ്പാണെന്ന് ഇത് മനസ്സിലാവുന്നത്. പിന്നീട് ആവർത്തിച്ച് വരുന്ന ഈ പണം തിരികെ വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തി. അത്തരത്തിലുള്ള ശ്രമം നടത്തിയപ്പോൾ ഈ ഈരാറ്റുപേട്ട സ്വദേശിയുടെ ഫോൺ നമ്പർ ഇവർ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ആ വ്യക്തിയുടെ പേര് ഉപയോഗിച്ചാണ് നമ്മൾ വീണ്ടും വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർക്കത് കൃത്യമായി ഒരുപക്ഷെ ആളെ മനസ്സിലായി കാണും. അതാണ് പിന്നീട് നമ്മൾ ആ മെസ്സേജ് അയച്ചതിനോ അല്ലെങ്കിൽ ആ വാട്സപ്പിൽ ആ കത്ത് അയച്ചു കൊടുത്തപ്പോൾ അതിലെ തുടർ നീക്കങ്ങളിലേക്ക് അവർ വന്നില്ല എന്നുള്ളതാണ്. സംഭവത്തിൽ എന്തായാലും സൈബർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ നാപ്തോളിൽ ഈ സാധനം വാങ്ങുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. സ്വാഭാവികമായും ഇതിന്റെ ആളെ തിരഞ്ഞു പോകുന്നതിനൊപ്പം തന്നെ ഈ നാപ്തോളിൽ നിന്നും സ്ഥാനം വാങ്ങുന്ന ആളുകളുടെ വിവരങ്ങൾ ഇവർക്ക് എവിടെ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനുശേഷം ഈ മാഹിൻ എന്ന് പറയുന്ന വ്യക്തി ഈ നാപ്തോളിൽ നമ്പർ, അതായത് ഈ സാധനങ്ങൾ വാങ്ങാനായി വിളിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനെ 17ാം വാർഷികത്തിന്റെ ഭാഗമായി ഒന്നും നൽകുന്നില്ല എന്നാണ് നാപ്തോൾ അധികൃതർ നിന്ന് മനസ്സിലാക്കിയിരുന്നത്. നാപ്തോളിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യാജമായി ഉണ്ടാക്കി പണം തട്ടിയെടുക്കുക. അതായത് ആദ്യം 4500 വാങ്ങുന്നു, പിന്നീട് കൂടുതൽ പണം വാങ്ങുന്നു. ആ പണം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവർ അഡ്രസ് ഇല്ല, അവർ മുങ്ങുകയാണ്. ഇതിനെക്കുറിച്ച് ഈ സമ്മാനം ലഭിച്ച ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ തട്ടിപ്പ് സംഘത്തെ പിടികൂടേണ്ട അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഇതിൽ ആളുകൾ ഒരു ബോധവാന്മാരാവണം. ഇത്തരത്തിൽ ഈ തട്ടിപ്പ് ഉണ്ട് എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾക്ക് പണം നഷ്ടപ്പെട്ടു, ഇനിയും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പല ആളുകളിലേക്കും എത്തിയിട്ടുണ്ടാവും. അവരൊന്നും ഈ പണം നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും സംഭവത്തിൽ സൈബർ പോലീസ്, കോട്ടയം സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തട്ടിപ്പ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഇതിൽ കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശിക്ക് 4500 രൂപയാണ് നഷ്ടമായിട്ടുള്ളത്. അത്തരത്തിൽ എത്ര പേർ കബളിപ്പിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപാട് പേർ ഇതിനകം ഉണ്ടാകും. ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ. അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത്.